ഇപ്പോഴത്തെ മാതാപിതാക്കളില്ലേ, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ ഫുള്ളായിട്ട് വിനിയോഗിച്ച ആൾക്കാരാണ്. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഒന്ന്, നിങ്ങൾ അവരെ റെഗുലറായിട്ട് ഒരു സമയം ഫിക്സ് ചെയ്യുക അച്ഛനെയും അമ്മേനെയും വിളിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ടൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. വീക്കിലി ഒരു ദിവസം പോകാൻ പറ്റുമോ, മന്ത്ലി പോകാൻ പറ്റുമോ, എല്ലാ ദിവസവും വിളിക്കുക. എങ്ങനെ അവരുമായിട്ടൊരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക. അതിനൊരു ഡേറ്റ് തന്നെ നിങ്ങൾ കണ്ടൽ ലെറ്ററിൽ ഉണ്ടാക്കുക. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കഥകൾ കേൾക്കാൻ കുറച്ച് സമയം, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സമയം കൊടുക്കുക. എഗെയിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്ക് ചെയ്യണ ഒരു മീൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പുറത്തു കൊണ്ടേ മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിടയ്ക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട മീൽസ് റെഡിയാക്കി കൊടുക്കുക. പിന്നെ അവരെ ശരിക്കും എൻകറേജ് ചെയ്യുക. ഇപ്പൊ പല ആൾക്കാർക്കും വാട്സാപ്പോ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അത്യാവശ്യം അവരെ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടർ പഠിക്കാൻ, ഫോൺ യൂസ് ചെയ്യാൻ, ഒരു ക്യാമറ യൂസ് ചെയ്യാൻ, ഇതൊക്കെ അവരെ പഠിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഒരു കോൺഫിഡൻസ് കൊണ്ടുവരും. എഗെയിൻ അവർക്ക് ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഗിഫ്റ്റുകൾ കൊടുക്കുക. ഞാൻ പല ആൾക്കാരെയും കാണാറുണ്ട്, ശരിക്കും പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, പക്ഷെ അവർ പോലും ഈ ഒരു വിസിറ്റിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടൊരു ഷർട്ട് മേടിച്ചുകൊണ്ട് വരിക, അവർക്ക് വേണ്ടി കുറച്ച് അവരുടെ ഇഷ്ടപ്പെട്ട കുറച്ച് നട്ട്സ് വാങ്ങിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് നല്ല ഗിഫ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യണവർ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക. അവരുടെ ഡോക്ടർ വിസിറ്റ്സിൽ കൂടെ പോവുക. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്ന ജീവിതത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. പെൺമക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര കാശൊക്കെ മേടിച്ചിട്ടാണ് കല്യാണം കഴിച്ചൊക്കെ പോണേ. അവരുടെ 10-30 വർഷത്തെ അധ്വാനമാണ് ഒരു മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കണേ. അപ്പോൾ ആ മോള് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കടമയാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ അത് അവരെ സർപ്രൈസ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും സ്നേഹം കാണിക്കുക, അവരുടെ ബർത്ത്ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അതൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണം. അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അവിടെ ഒന്ന് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം. അവരോട് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താലുണ്ടല്ലോ അവരുടെ ട്രബിൾസ് ഒക്കെ വരുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഉപകരണമായിട്ട് മാറുക. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ തലമുറയെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള, ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു റോൾ മോഡലായിട്ട് മാറാനും നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും വളരെ നല്ലൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മകനാവാനും മകളാവാനും പറ്റും. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാലുണ്ടല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാവും.